എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ FBക്ക് വേണ്ടിയിട്ടാണോ ഫോട്ടോകൾ എടുക്കുന്നത്? പലപ്പോഴും വെഡ്ഡിങ് വർക്കുകൾക്കൊക്കെ ശേഷം പലപ്പോഴും FBയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോസുകൾ കാണാം. പക്ഷേ ഔട്ട്പുട്ട് പലർക്കും കിട്ടാറില്ല. വളരെ ദാരുണമായ ഒരു ഇതാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബമോ വീഡിയോയോ കിട്ടാറില്ല പലർക്കും. അത് കിട്ടാതെ തന്നെ ഇങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. സോ FBക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടോ ആണോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. FBയിൽ വരുന്ന 4, 5, 10 പടങ്ങളല്ല, നമ്മുടെ ആ ഫംഗ്ഷൻ ത്രൂ ഔട്ട് ഫുള്ള് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഞാനുമായിട്ടൊരു സംസാരിക്കാനിടയായി. അദ്ദേഹത്തിന് ഒരു ക്ലയൻറ്റ് വന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. ക്ലയൻറ്റ് വന്ന് വർക്ക് ബുക്ക് ചെയ്യുകയും കല്യാണം വിളിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ 10,000 പുള്ളിക്ക് അഡ്വാൻസും കൊടുക്കുകയുണ്ടായി. പുള്ളി ആ വർക്കിൻ്റെ ദിവസം രാവിലെ വന്നപ്പോൾ മറ്റൊരു വലിയൊരു ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് പുള്ളി കണ്ടു. പുള്ളി അത് കഴിഞ്ഞേച്ച് അപ്പോൾ അവർ ക്ലയൻറ്റ് അറിയാതെ ഈ പുള്ളീനെ ബുക്ക് ചെയ്തു എന്നുള്ളത് അറിയാതെ തന്നെ വേറൊരു ടീമിനെയും കൂടി ബുക്ക് ചെയ്ത് പോയതാണ്. കാരണം കല്യാണം വിളിക്കാൻ വന്നപ്പോഴത്തേക്കും പിതാവാണ് ഇദ്ദേഹത്തെ ബുക്ക് ചെയ്തിരുന്നത്. മകൻ മറ്റൊരു വെഡ്ഡിങ് കമ്പനിയെ ഇത് ഏൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ ഏകദേശം 1 വർഷത്തിന് ശേഷം ഇദ്ദേഹം ആൽബം കിട്ടിയോ, എങ്ങനെയുണ്ട് വർക്ക് എന്നൊക്കെ ഈ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. സോ അപ്പോഴാണ് അവർ പറയുന്നത്, ഇതുവരെ ആൽബം കിട്ടിയിട്ടില്ല, ആൽബം ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം അവരൊരു 6 ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഏതാണ്ട് 7000 സംതിങ് ചിത്രങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 300 ഫോട്ടോ സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞ് ക്ലയൻറ്റിന് കൊടുത്തു. പിന്നെ FBയിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ വേണ്ടിയിട്ട് ഒരു 10-12 പടങ്ങൾ അവർ സെലക്ട് ചെയ്ത് കൊടുത്തു. ക്ലയൻറ്റിന് ഈ 7000-ഓളം പടങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഏത് പടമാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊന്നും അറിയത്തില്ല. 1 വർഷമായിട്ട് ക്ലയൻറ്റിന് ഇത് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ 7000-ഓളം പടങ്ങളിൽ നിന്ന് ഏത് 10-300 പടം എങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടാണ്? അവസാനം ക്ലയൻറ്റ് അതിൽ അമ്പാടെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോട്ടോഗ്രാഫറിനോട്, ഇവർ ബുക്ക് ചെയ്തിരുന്ന അതേ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തായ ഫോട്ടോഗ്രാഫറിനോട് ചോദിച്ചു, ഇതൊന്ന് സെലക്ട് ചെയ്ത് ഞങ്ങൾക്കൊരു ആൽബം ആക്കി തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പെർ പേജിൻ്റെ റേറ്റ് എല്ലാം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ അകത്തുനിന്ന് 10-300 പടങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് ആൽബം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, അജോ 7000 ചിത്രങ്ങൾ, അതായത് അന്ന് അവരൊരു അവിടെ കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെല്ലാം കൂടി ചേർത്തൊരു വെഡ്ഡിങ് കമ്പനി ഉണ്ടാക്കിയതായിരുന്നു. 7000-ഓളം ചിത്രങ്ങൾ എടുത്തേക്കുന്നത്. ഫോക്കസ് ആയതും ഫോക്കസ് ഔട്ട് ആയതും അണ്ടർ ആയതും ഓവർ ആയതും എല്ലാം അങ്ങനെയായിട്ട് ഒത്തിരി പടങ്ങൾ വെറുതെ സെയിം ആക്ഷൻ്റെ തന്നെ 10-20 പടങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ 5 ക്യാമറയോ 6 ക്യാമറയുണ്ട് സ്റ്റില്ലിന്. കാരണം ഇവർ ഈ വർക്ക് പിടിച്ചത് ഇത്ര ആളുകളുടെ എണ്ണം, ഞങ്ങൾ 4 ക്യാമറമാർ വീഡിയോ എടുക്കാൻ വരും, 4 പേര് ഫോട്ടോ എടുക്കാൻ വരുമെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ അകത്ത് 2 പേർക്കായിരിക്കും ഒരു പക്ഷേ ഫോട്ടോ എടുക്കാൻ അറിയാവുന്നത്. അങ്ങനെ ഒരു വലിയ ഗ്യാങ്ങിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ഫോട്ടോ എടുത്ത് 7000-ഓളം ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 300 ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സത്യത്തിലെ ക്ലയൻറ്റിനെ അവർ പറ്റിക്കുക തന്നെയായിരുന്നു. കാരണം അവർ ഓൾറെഡി 70%, 80% പൈസ അവർ വാങ്ങിക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയുടെ 70% എന്ന് പറയുമ്പോഴത്തേക്ക് 70,000 രൂപ ഓൾറെഡി അവരുടെ കയ്യിലായി. ഫോട്ടോ കമ്പനിയുടെ കയ്യിലായി. അപ്പോൾ സത്യത്തിൽ അവരെ പറ്റിക്കുക തന്നെയായിരുന്നു. കാരണം ഈ 7000 ചിത്രത്തിൻ്റെ അകത്തുനിന്ന് ഒരു കാരണവശാലും അവർക്ക് ഈ 300 പടങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്, കാരണം ഇത് ത്രൂ ഔട്ട് നമ്മളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്, എന്തൊക്കെയാണ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് ഫോട്ടോസുകൾ വേണ്ടതെന്നൊക്കെ അറിയാവുന്നത്. അല്ല, ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അറിയണമെന്നുണ്ടാവില്ല. അപ്പം ഈ 10-20 പടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് FBയിൽ ഇടാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് 10-20 പടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വർക്കിൻ്റെ 70%-ഓളം പൈസ അവർക്ക് കൊടുത്ത് ഇതായത്. സോ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, FBയിൽ ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണോ നമുക്ക് ചിത്രങ്ങൾ വേണ്ടത്? അല്ല, നമുക്ക് അതിൻ്റെ നമ്മുടെ ഫുൾ ഫംഗ്ഷൻ്റെ പ്രിൻ്റ് ആയിട്ടാണേലും അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിലും നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഫോട്ടോഗ്രാഫർമാരെ നിങ്ങൾ വർക്ക് ഏൽപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. അവരത് കൃത്യമായിട്ട് ആ സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്തു തരും. പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്നവരെ നിങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. പുതിയതായിട്ട് വരുന്ന കമ്പനികളെ ഞാൻ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല, പുതിയതായിട്ട് വരുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനായിട്ടും പറയുന്നതല്ല. പക്ഷേ അതിൻ്റെ വിശ്വാസ്യത നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഉള്ളൂ ഇത്തരം ആളുകളെ നിങ്ങൾ ഫോട്ടോഗ്രാഫി വർക്കുകൾ ഏൽപ്പിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. മറ്റൊരു വിഷയമായി കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.